ഇന്ന് നമുക്ക് ചെറി ടൊമാറ്റോ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. അതിനായി 1/2 കിലോ ചെറി ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുളിക്ക് ആവശ്യത്തിന് നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് ഈ പുളി കുതിരാനായി നികക്ക ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് മുറിച്ചെടുക്കാം. ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് നടുകെ ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടാനായി ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ കുക്കറിൽ വെച്ചെന്നേ ഉള്ളൂ. നമുക്ക് പാനിലിട്ട് അല്ലാതെയും വേവിച്ചെടുക്കാം. ഇത് ആവിയൊക്കെ പോയി കഴിയുമ്പോൾ വിസിൽ മാറ്റി തുറന്നു നോക്കാം. ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുതിരാൻ വെച്ച പുളി പിഴിഞ്ഞ് ചേർക്കാം. പുളിയെല്ലാം കൂടെ ഒന്നിച്ചൊഴിക്കാതെ ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യാനുസരണം പുളി ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായി തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫാക്കി തണുപ്പിക്കാൻ വെക്കാം. തണുത്ത് വന്ന തക്കാളി മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇനി കടുക് വറുക്കാനായി എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇതിലൊഴിച്ചിരിക്കുന്നത് നല്ലെണ്ണയാണ്, എള്ളെണ്ണ. 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവായും ഇട്ട് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കായപ്പൊടിയും കൂടെ ചേർത്ത് വെളുത്തുള്ളിയുടെ കളറൊന്നും മാറാൻ നിൽക്കേണ്ട, അതിനു മുമ്പേ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നീട് എണ്ണയുടെ ചൂട് കുറച്ച് കുറഞ്ഞു കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം ഇതിൻ്റെ ടേസ്റ്റ് നോക്കി കായപ്പൊടിയോ ഉപ്പോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം തിളപ്പിച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. താങ്ക്